നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക്ക് കേരളത്തിലെ നാഷണൽ ഹൈവേസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ കേരളത്തിലെ 11 നാഷണൽ ഹൈവേസ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ മാറിയായിരുന്നു, അതിന്റെ അപ്ഡേറ്റ്. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ കേരളത്തിൽ പുതുതായി വരാൻ പോകുന്ന നാഷണൽ ഹൈവേ. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരൊറ്റ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. കയറുക മക്കളെ. ഫസ്റ്റ് വൺ, കേരളത്തിലെ ദേശീയപാതകൾ. നമുക്കറിയാം, ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, അല്ലെ? കേന്ദ്ര സർക്കാരാണ് ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ NHAI എന്നൊക്കെ നമ്മൾ പറയും. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1988 ആക്ട് അനുസരിച്ചാണ്. 1988 ആക്ട് അനുസരിച്ചാണ് 1995 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ക്ലിയർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദെൻ അതിനു വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്ഥാപിതമായത് 1995. ദെൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത് 1988. നെക്സ്റ്റ് വൺ അടുത്ത്, കേരളത്തിൽ ഏറ്റവും അധികം ദൂരം. കേരളത്തിൽ അതിനു മുമ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലൂടെ ആകെ എത്ര ദേശീയപാതകൾ നിലവിൽ കടന്നു പോകുന്നു? 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ നിലവിൽ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അതായത് മുമ്പ് ഒരു 9 നാഷണൽ ഹൈവേസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 കൂടെ പുതുതായിട്ട് വന്നു. അങ്ങനെ 9+2 11 ദേശീയപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് കേരളത്തിൽ ഏറ്റവും അധികം ദൂരം ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല അത് എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും അധികം ദൂരം ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കുറവ് ദൂരം ദേശീയപാത കടന്നു പോകുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലൂടെ ഒരു ദേശീയപാതയാണ് കടന്നു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലൂടെയും ഒരു ദേശീയപാതയാണ് നിലവിൽ കടന്നു പോകുന്നത്. പക്ഷേ ദൂരം കുറച്ച് നോക്കുകയാണെങ്കിൽ അത് വയനാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ദൂരം ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല എറണാകുളവും, കേരളത്തിൽ ഏറ്റവും കുറച്ച് ദൂരം ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ല അത് വയനാടുമാണ്. ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് വൺ, നമ്മൾ നാഷണൽ ഹൈവേസ് പഴയ പേരും പുതിയ പേരുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് അഥവാ പണ്ടത്തെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇന്ന നാഷണൽ ഹൈവേയുടെ പുതിയ പേരെന്താണ്, അങ്ങനെയൊക്കെ പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം കിട്ടും. കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് തെറ്റാതെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിനുവേണ്ടി മാത്രം ഞാൻ പറയുന്നത്, അല്ലാതെ ഇപ്പോൾ പഴയ പേര് പുതിയ പേരൊന്നും എന്ത് ചെയ്യത്തില്ല, ചോദിക്കത്തില്ല. പക്ഷേ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പറഞ്ഞു പോകുന്നു, അങ്ങനെ മാത്രം കണ്ടാൽ മതി. അപ്പോൾ NH-47 പുതിയ പേര്, NH-47 പുതിയ പേര് NH-544 ആണ്. NH-47 പുതിയ പേര് വന്നിട്ട് NH-544 ആണ്. NH-544 നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന NH-544. ഇനി NH-17 പുതിയ പേര് വന്നിട്ട് NH-66 ആണ്. NH-17 പുതിയ പേര് NH-66 ആണ്. അപ്പോൾ NH-47 പുതിയ പേര് NH-544, NH-17 പുതിയ പേര് NH-66 ആണ്. അടുത്ത NH-47A പുതിയ പേരാണ് NH-966B. സോ 47A പുതിയ പേര് NH-966B ആണ്. 966B. പണ്ട് ഇത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ആയിരുന്നു, ഇപ്പം മാറിയായിരുന്നു. അപ്പോൾ NH-47A പേര് NH-966B. NH-47C പുതിയ പേരാണ് NH-966A. ഒരിക്കൽ കൂടെ, NH-47 പേര് NH-544, NH-17 പേര് NH-66, NH-47A പുതിയ പേര് NH-966B, ദെൻ 47C പുതിയ പേര് NH-966A. അടുത്ത NH-49 പേര് പുതിയ പേര് NH-85 ആണ്. NH-85 നമ്മുടെ ബോഡി നയിക്കുന്ന ഒരു ചുരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദേശീയപാത. NH-49 പുതിയ പേരാണ് NH-85. NH-208 പുതിയ പേരാണ് NH-744. NH-208 പുതിയ പേരാണ് NH-744. NH-744. നെക്സ്റ്റ് വൺ, NH-212 പുതിയ പേര് NH-766 ആണ്. NH-208 ആണെങ്കിൽ NH-744, 212 പുതിയ പേര് NH-766 ആണ്. അടുത്ത NH-213 പുതിയ പേരാണ് NH-966. സോ 213 പുതിയ പേര് NH-966. NH-220 പുതിയ പേര് NH-183 ആണ്. NH-220 പുതിയ പേര് NH-183 ആണ്. അപ്പോൾ ഇത്രയുമാണ് കേരളത്തിലെ പഴയ നാഷണൽ ഹൈവേ, പഴയ 9 നാഷണൽ ഹൈവേ, അതിൻ്റെ പുതിയ പേരുകൾ. അപ്പോൾ ഒരിക്കൽ കൂടെ, NH-47 പേര് NH-544, NH-17 പേര് NH-66 ആണ്. NH-47A പുതിയ പേര് NH-966B, NH-47C പുതിയ പേര് NH-966A, NH-49 പുതിയ പേര് NH-85, NH-208 പുതിയ പേര് NH-744, 212 ആണെങ്കിൽ 766 ആണ്.
213 ആണെങ്കിൽ 966, 220 ആണെങ്കിൽ NH 183 ആണ്. ഇനി കേരളത്തിൽ പുതുതായിട്ട് വന്ന 2 നാഷണൽ ഹൈവേസ് ആണ്. ഒന്ന് NH 183A-യും NH 185-ഉം. NH 183A-യും NH 185-ഉം. NH 185. ഇവിടെ NH 866 ഇത് നിലവിൽ ഈ നാഷണൽ ഹൈവേ ഇല്ല. തിരുവനന്തപുരം ജില്ലയിൽ പുതുതായി വരാൻ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. നമ്മുടെ വിഴിഞ്ഞം ഭാഗത്ത് പുതുതായിട്ട് വരാൻ പോകുന്ന നാഷണൽ ഹൈവേ ആണ് NH 866. സോ തിരുവനന്തപുരം ജില്ലയിൽ പുതുതായി വരാൻ പോകുന്ന നാഷണൽ ഹൈവേ NH 866 ആണ്. ഓക്കെ, ഇത് വരുമ്പോൾ കേരളത്തിൽ 12 ദേശീയപാതകളാവും. പക്ഷേ നിലവിൽ എത്ര മാത്രമേ ഉള്ളൂ? 11 നാഷണൽ ഹൈവേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പുതുതായി വരാൻ പോകുന്ന നാഷണൽ ഹൈവേ ആണ് NH 866 കേട്ടോ. വിഴിഞ്ഞം ഭാഗത്താണ് വരാൻ പോകുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് നമ്മുടെ ഈ കല്ലമ്പലം ആ ഭാഗം വരെയൊക്കെയാണ് ഈ നാഷണൽ ഹൈവേ വരുന്നത്. നെക്സ്റ്റ് വൺ, ഓരോ നാഷണൽ ഹൈവേയുടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഇനി പറയാൻ പോകുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കേരളത്തിൽ പുതുതായി വരാൻ പോകുന്ന ദേശീയപാത NH 866 മുതൽ അങ്ങോട്ട് പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് നാഷണൽ ഹൈവേ നമുക്ക് നോക്കാം. NH 544 ആണ്. NH 544ൻ്റെ പഴയ പേരാണ് NH 47. നമുക്കറിയാം NH 47ൻ്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യ ദേശീയപാതയായിരുന്നു NH 47. കേരളത്തിലെ ആദ്യ നാഷണൽ ഹൈവേ ആയിരുന്നു ഏത്? NH 47. ആ NH 47ൻ്റെ പുതിയ പേരാണ് NH 544. ഈ NH 544 ആരെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? NH 544 ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? സേലം മുതൽ ഇടപ്പള്ളി വരെ കണക്ട് ചെയ്യുന്നു. അതായത് സേലം മുതൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി വരെയാണ് NH 544 കണക്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, NH 47 ആയിരുന്നപ്പോൾ ഇത് ബന്ധിപ്പിച്ചിരുന്നത് സേലം മുതൽ കന്യാകുമാരി വരെയായിരുന്നു. NH 47 ആയിരുന്നപ്പോൾ ഇത് കണക്ട് ചെയ്തിരുന്നത് സേലം മുതൽ കന്യാകുമാരി വരെയായിരുന്നു. പക്ഷേ NH 544 ആക്കിയപ്പോൾ ഇത് എവിടം മുതൽ എവിടം വരെയായി? സേലം മുതൽ ഇടപ്പള്ളി വരെ ആയി. കേരളത്തിൽ ആദ്യ ദേശീയപാതയാണ് NH 544. സേലം മുതൽ ഇടപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്നു. നീളം 340 കിലോമീറ്റർ ആണ്. നീളം എത്ര കിലോമീറ്റർ? 340 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. 2 ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. ഒന്ന്, നമ്മുടെ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. സോ പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. മാത്രമല്ല നമ്മുടെ കുതിരാൻ ടണലിലൂടെ, കുതിരാൻ ടണൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ കുതിരാൻ ടണൽ. ഈ കുതിരാൻ ടണലിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയും ഏത് തന്നെയാണ്? NH 544 ആണ്. ക്ലിയർ ആണ്. സോ കേരളത്തിലെ ആദ്യ ദേശീയപാത സേലം മുതൽ ഇടപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്നു. നീളം 340 കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത കുതിരാൻ ടണലിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. നെക്സ്റ്റ് വൺ അടുത്ത് NH 66 ആണ്. NH 66 പഴയ പേര് NH 70. പ്രത്യേകത പിടിച്ചോടാം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. ഇത് കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പനവേൽ വരെയാണ് ബന്ധിപ്പിക്കുന്നത്. അതായത് പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ കന്യാകുമാരി, അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കളിക്കാവിള വരും. കളിക്കാവിള കഴിഞ്ഞ് നമ്മുടെ തലപ്പാടി വരും. അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റം വടക്കേ അറ്റം. അത് കഴിഞ്ഞ് നേരെ എങ്ങോട്ട് പോകും? കർണാടകത്തിലേക്ക് പോകും. അവിടെ നിന്ന് ഗോവയിലേക്ക് പോകും. അവിടെ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകും. അങ്ങനെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെയും വടക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH 66. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നില്ലേ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ആണെങ്കിൽ മൊത്തം വെട്ടിപ്പൊളിച്ചിട്ടേക്കാണ്. അപ്പോൾ ആ നാഷണൽ ഹൈവേ NH 66. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെയും വടക്കേ അറ്റത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH 66. തിരുവനന്തപുരം ജില്ലയിലൂടെ നിലവിൽ കടന്നു പോകുന്ന ഒരേ ഒരു ദേശീയപാത, NH 66 ആണ്. ഈ NH 66 എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ഒന്ന് തമിഴ്നാട്, 2 കേരളം, 3 കർണാടക, 4 ഗോവ, 5 മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ പനവേൽ. അങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് NH 66 കടന്നു പോകുന്നത്. NH 66 കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളാണ് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ ആൻഡ് മഹാരാഷ്ട്ര. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ നീളം 1662 കിലോമീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് 1662 കിലോമീറ്റർ. അതിൽ 669 കിലോമീറ്റർ ദൂരമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. സോ ടോട്ടൽ ലെങ്ത് 1662 കിലോമീറ്റർ. അതിനകത്ത് 669 കിലോമീറ്റർ ദൂരം കേരളത്തിലൂടെ കടന്നു പോകുന്നു. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ അടുത്ത് NH 966B. NH 966Bയുടെ പഴയ പേരാണ് NH 47A. എന്താ NH 966Bയുടെ പ്രത്യേകത? പണ്ട് ഇത് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയായിരുന്നു. ഇന്നത് മാറി. ഇന്ന്
NH548 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത, മഹാരാഷ്ട്രയിലെ NH548. അപ്പോൾ ഇവിടെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? അത് NH966B ആണ്. സോ NH966Bയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിടിച്ചോടാ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B ആണ്. നീളം 5.9 കിലോമീറ്റർ ആണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B, നീളം 5.9 കിലോമീറ്റർ. എവിടെ മുതൽ എവിടെ വരെ ബന്ധിപ്പിക്കുന്നു? എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂർ പാലം മുതൽ വെല്ലിംഗ്ടൺ ദ്വീപ് വരെയാണ് കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപായ വെല്ലിംഗ്ടൺ ദ്വീപ് വരെയാണ് ആര് കണക്ട് ചെയ്യുന്നത്? ഈ NH966B കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ മറക്കരുത്. കേരളത്തിൽ ആദ്യ ദേശീയപാത NH47 അല്ലെങ്കിൽ 544 ആണ്. ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH66, ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത NH966B ആണ്. കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ അടുത്ത് NH966A. ഇനി അങ്ങോട്ട് നിങ്ങൾ ലെങ്ത് ഒന്നും എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി ആരെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH966Aയുടെ പഴയ പേരാണ് NH47C. NH47C കണക്ട് ചെയ്യുന്നത് വല്ലാർപാടം മുതൽ, എറണാകുളം ജില്ലയിലെ വല്ലാർപാടം മുതൽ കളമശ്ശേരി വരെയാണ് ബന്ധിപ്പിക്കുന്നത്. നീളം 15 കിലോമീറ്റർ ആണ്. അപ്പോൾ NH966A പഴയ പേര് NH47C ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? നമ്മുടെ വല്ലാർപാടം മുതൽ കളമശ്ശേരി വരെയാണ് ബന്ധിപ്പിക്കുന്നത്. നീളം 15 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ അടുത്ത NH85 ആണ്. NH85ൻ്റെ പഴയ പേരാണ് NH49. ഈ NH85 കണക്ട് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ, ഒരു നാഷണൽ ഹൈവേ ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ അവൻ കണക്ട് ചെയ്യുന്നത് നോർത്തിനെയും സൗത്തിനെയും തമ്മിലായിരിക്കും. ഇപ്പോൾ ഒരു ഈവൻ നമ്പർ വരുന്നു 50, അത് കഴിഞ്ഞടുത്ത് 44, അങ്ങനെയൊക്കെ ഈവൻ നമ്പർ വരികയാണെങ്കിൽ അവൻ കണക്ട് ചെയ്യുന്നത് നോർത്ത് ടു സൗത്തിനെ ആയിരിക്കും. ഓഡ് നമ്പറാണ് നാഷണൽ ഹൈവേ വരുന്നതെങ്കിൽ അവൻ കണക്ട് ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ആയിരിക്കും. മറക്കരുത് കേട്ടോ, നമുക്ക് ഓപ്ഷൻ എന്നൊക്കെ കുറേ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഒരു നാഷണൽ ഹൈവേ ഈവൻ നമ്പറാണെങ്കിൽ കണക്ട് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ആണ്, ഓഡ് നമ്പറാണെങ്കിൽ കണക്ട് ചെയ്യുന്നത് ഈസ്റ്റ് വെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ NH85ൻ്റെ പഴയ പേരാണ് NH49. കണക്ട് ചെയ്യുന്നത് കൊച്ചി, മധുര 20 പോയിന്റ്. കൊച്ചിയെയും മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൊച്ചിയെയും മധുരയിലെ 20 പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. നീളം 468 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. സോ NH85 ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊച്ചി, മധുര 20 പോയിന്റ്. നീളം 468 കിലോമീറ്റർ. എന്താ പ്രത്യേകത? ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85 ആണ്. നെക്സ്റ്റ് വൺ അടുത്ത NH744. NH744ൻ്റെ പഴയ പേരാണ് NH208. NH744ൻ്റെ പഴയ പേരാണ് NH208. ഇത് കണക്ട് ചെയ്യുന്നത് കൊല്ലം, മധുര, തിരുമംഗലം. കൊല്ലം പിന്നെ മധുരയിലെ തിരുമംഗലത്തെ തമ്മിലാണ് ആര് കണക്ട് ചെയ്യുന്നത്? NH744 കണക്ട് ചെയ്യുന്നത്. അപ്പോൾ NH744 കണക്ട് ചെയ്യുന്നത് കൊല്ലം, മധുര, തിരുമംഗലം. പ്രത്യേകത എന്താണ്? ആര്യങ്കാവ് ചുരം, അതായത് പുനലൂരിനെയും ചെങ്കോട്ടം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH744. നീളം 206 കിലോമീറ്റർ ആണ്. അപ്പോൾ NH85 കൊച്ചി, മധുര 20 പോയിന്റ്. NH744 ആണെങ്കിൽ കൊല്ലം, മധുര, തിരുമംഗലം. നീളം എത്രയാണ്? 206 കിലോമീറ്റർ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. നെക്സ്റ്റ് വൺ അടുത്ത NH766 ആണ്. NH766ൻ്റെ പഴയ പേരാണ് NH212. NH212 പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്: കോഴിക്കോട്, വയനാട്, മൈസൂർ, പിന്നെ കർണാടകത്തിലെ കൊല്ലഗൽ വരെയാണ് കണക്ട് ചെയ്യുന്നത്. NH766 ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കോഴിക്കോട്, വയനാട്, മൈസൂർ, കൊല്ലഗൽ. പിന്നെ കൊല്ലഗൽ. കോഴിക്കോടിനെ കർണാടകത്തിലെ കൊല്ലഗലിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. നീളം 272 കിലോമീറ്റർ ആണ്. 272 കിലോമീറ്റർ. എന്തൊക്കെയാണ് പ്രത്യേകത? ഒന്ന്, നമ്മുടെ വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 ആണ്. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 ആണ്. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ NH766 ആണ്. മാത്രമല്ല രാത്രി യാത്രാ നിരോധനമുള്ള ഒരു ദേശീയപാതയും കൂടെയാണ് ഇത് NH766. ക്ലിയർ ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത്
അല്ലെങ്കിൽ നമുക്ക് വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നു. പിന്നെ കർണാടകത്തിലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? നമ്മുടെ NH766 ആണ്. അപ്പോൾ മാറിപ്പോരുത്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH744 താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766 അത് കഴിഞ്ഞ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH544 ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH85 ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ അടുത്ത് വയനാട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ദേശീയപാതയും ഇത് തന്നെയാണ്, NH766 വയനാട് ജില്ലയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു ദേശീയപാത. നെക്സ്റ്റ് വൺ അടുത്ത് NH966. NH966 പഴയ പേരാണ് NH213. ഇത് ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. അപ്പോൾ NH966 പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാടിനെയും കോഴിക്കോടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നീളം 125 കിലോമീറ്ററാണ്. ലെങ്ത് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നീളം 125 കിലോമീറ്ററാണ് വരെ ബന്ധിപ്പിക്കുന്നു. നീളം 98 കിലോമീറ്ററാണ്. ഇത്രയുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഒരു 3 നാഷണൽ ഹൈവേസും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ്. ബാക്കി നമുക്ക് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്. സോ ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കൊൽക്കത്ത മുതൽ അമൃത്സർ വരെ ബന്ധിപ്പിക്കുന്നു. പഞ്ചാബിലെ അമൃത്സർ മുതൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത വരെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യ ദേശീയപാതയാണ്. അപ്പോൾ ഇത് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ് നിർമ്മിച്ചത്. ആരാ നിർമ്മിച്ചത്? ഷേർഷാ സൂരിയാണ് നിർമ്മിച്ചത്. സോ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരിയാണ്. ഇതിൻ്റെ ആദ്യ പേരാണ് സഡക് ഇ അസൻ. സോ ഇതിൻ്റെ ആദ്യകാല പേര് വന്നിട്ട് സഡക് ഇ അസൻ എന്നൊക്കെ അറിയപ്പെടുന്നു. സഡക് ഇ അസൻ. ഇതിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച പേരാണ് ലോങ് വാക്ക്. ഇതിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച പേരെന്താണ്? ലോങ് വാക്കാണ്. ഇതിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച പേരാണ് ലോങ് വാക്ക്. സോ ഇന്ത്യയിൽ ആദ്യ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരി. അമൃത്സർ മുതൽ കൊൽക്കത്ത വരെ കണക്ട് ചെയ്യുന്നു. ആദ്യകാല പേര് സഡക് ഇ അസൻ. ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച പേരാണ് ലോങ് വാക്ക്. നീണ്ടങ്ങ് നടന്നാൽ മതി, ഒത്തിരി ദൂരമുണ്ട്, അതുകൊണ്ട് ലോങ് വാക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് NH44. NH44 ഒക്കെ PSCക്ക് നാണം ഉണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അത്രമാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് NH44. NH44 പഴയ പേരാണ് NH7. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ഈ NH44 കണക്ട് ചെയ്യുന്നത് വാരണാസി മുതൽ കന്യാകുമാരി വരെ. ഉത്തർപ്രദേശിലെ വാരണാസി മുതൽ കന്യാകുമാരി വരെ ആയിരുന്നു ആദ്യം കണക്ട് ചെയ്തിരുന്നത്. എപ്പോഴാണ്? NH7 ആയിരുന്നപ്പോൾ കണക്ട് ചെയ്തിരുന്നത്. എന്നാൽ NH44 ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ NH44 ആയപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടി എങ്ങനെയായിട്ട് മാറി? നമ്മുടെ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നിലവിൽ NH44 ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? നിലവിൽ NH44 കണക്ട് ചെയ്യുന്നത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് NH44 കണക്ട് ചെയ്യുന്നത്. മറക്കണ്ട, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്നു. നീളം 4112 കിലോമീറ്റർ. നീളം എത്രയാണ്? 4112 കിലോമീറ്റർ. ഈ NH44 ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം തമിഴ്നാട്ടാണ്. NH44 ഏറ്റവും അധികം ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. മാത്രമല്ല ജവഹർ ടണലൊക്കെ സ്ഥിതി ചെയ്യുന്നത് NH44 നമ്മുടെ ബനിഹാൽ ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ജമ്മു കാശ്മീരിലെ ബനിഹാൽ ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജവഹർ ടണലൊക്കെ, ആ ജവഹർ ടണലിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അതും ഇത് തന്നെയാണ്, NH44 ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44. നെക്സ്റ്റ് വൺ, മറ്റ് ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ഇന്ത്യയിലെ ദേശീയപാതയാണ് NH4. നമ്മുടെ ആൻഡമാൻ നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന NH4. നമ്മുടെ പോർട്ട് ബ്ലെയർ മുതൽ ഡിജ്ലിപൂർ വരെ കണക്ട് ചെയ്യുന്ന, NH4 ആണ്. മറ്റൊരു ദേശീയപാതയുമായി ബന്ധമില്ലാത്ത ഇന്ത്യയിലെ നാഷണൽ ഹൈവേ NH4 ആണ്. ഇനി നമുക്ക് ബാക്കി ഇന്ത്യയിലെ നാഷണൽ ഹൈവേസിൻ്റെ പ്രധാന പോയിന്റ്സ് ഒരുപാട് പറയാനുണ്ട്. അതായത് ഗോൾഡൻ കോൺട്രാക്റ്റിൽ നോക്കാനുണ്ട്,
പിന്നെ അതേപോലെ ഏറ്റവും അധികം ദൈർഘ്യമുള്ളത് ഗ്രാമീണ റോഡുകൾ കൂടുതലുള്ളത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ, അത് നമുക്ക് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ നാഷണൽ ഹൈവേസ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആഞ്ഞു പഠിച്ചോ, ഒരാഴ്ചയ്ക്കൊരിക്കൽ റെപ്പറ്റീഷൻ കൊടുത്തോ, ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിനകത്ത് തന്നെ കാണാം. ഇനി വരാൻ പോകുന്ന എക്സാംസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മിന്നിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, സപ്പോർട്ട് ചെയ്തേക്കാം. സോ താങ്ക് യു, ബൈ.